NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച PC ചാക്കോ. ദേശീയ പ്രസിഡന്റ് ശരത് പവാറിന് രാജിക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ടാണ് ശരത് പവാറിന് രാജിക്കത്ത് നൽകിയത്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും. പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട ചേരിപ്പോരാണ് രാജിക്ക് കാരണം. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തോമസ് കെ തോമസ് വരട്ടെ എന്ന പ്രമേയമടക്കം വന്ന പശ്ചാത്തലത്തിലാണോ PC ചാക്കോയുടെ രാജി? NCPക്കകത്ത് കുറെ കാലമായി നേതാക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടന്നു. ഏറ്റവും അവസാനം കൊച്ചിയിൽ നടന്ന യോഗത്തിൽ നേതാക്കൾ ഒരുമിച്ച് പോകാനുള്ള തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അതിനുശേഷവും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും മറ്റും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PC ചാക്കോ രാജിവച്ചിരിക്കുന്നത്. രാജിക്കത്ത് ഇന്നലെ വൈകിട്ട് ദേശീയ നേതൃത്വത്തിന് കൈമാറി. അദ്ദേഹത്തിനൊപ്പം ഉള്ള ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് അദ്ദേഹം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 2 വർക്കിംഗ് പ്രസിഡന്റുമാരാണ് ദേശീയ തലത്തിലുള്ളത്. ഒന്ന് ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെയാണ്, ഒപ്പം PC ചാക്കോയും കൂടെയുണ്ട്. ആ സ്ഥാനത്ത് അദ്ദേഹം തുടരും എന്ന് പറയുന്നു. 18-ാം തീയതി കൊച്ചിയിൽ സംസ്ഥാന കമ്മിറ്റി യോഗവും അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൽ PC ചാക്കോ പക്ഷം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും പ്രതിസന്ധി നേരിടുകയാണ് ചാക്കോയും ഒപ്പമുള്ള ആളുകളും. പാർട്ടി ദേശീയ കമ്മിറ്റി ശരത് പവാർ ഒരു തീരുമാനമെടുത്തിട്ട് അത് നടപ്പിലാക്കാൻ പോലും സംസ്ഥാന നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് കഴിയുന്നില്ല. അത് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ശരത് പവാർ എടുത്ത തീരുമാനം അംഗീകരിക്കില്ല എന്ന നിലപാടെടുത്തത്. അതായത് AK ശശീന്ദ്രനെ മാറ്റി കുട്ടനാട് MLA ആയ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ NCP ദേശീയ നേതൃത്വം ഒപ്പം സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചിരുന്നു. പക്ഷേ ആ തീരുമാനം നടപ്പിലാക്കാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ മന്ത്രി ആരെന്ന് ആ മുന്നണിയിൽ തീരുമാനിക്കാനുള്ള ഒരു പവർ പോലും ഇല്ലെങ്കിൽ എന്തിന് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കണം എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് പാർട്ടിക്കകത്തെ ഐക്യമില്ലായ്മ കൊണ്ടാണ് ഒറ്റപ്പെട്ട് തനിക്കും തൻ്റെ ഒപ്പമുള്ള ആളുകൾക്കും അപമാന ഭാരത്താൽ നിൽക്കേണ്ടി വരുന്നത്.